നമസ്കാരം. നമ്മളിൽ ഭൂരിഭാഗം പേരും ഏതെങ്കിലുമൊക്കെ കമ്പനികളിൽ ജോലി ചെയ്യുന്നതായിരിക്കും. സർക്കാരോ പ്രൈവറ്റോ ഒക്കെ ഏത് വായിക്കൊള്ളട്ടെ. അവിടെ നിന്ന് നമുക്കൊരു സാലറി കിട്ടുന്നുണ്ട്. ആ സാലറി കൊണ്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ കിട്ടുന്ന സാലറി അടുത്ത മാസത്തെ പിന്നത്തെ മാസത്തെയൊക്കെ 2 മാസത്തെ സാലറി അഡ്വാൻസ് ആയിട്ട് നമുക്കിപ്പോൾ ലഭിച്ചാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാ എംപ്ലോയീസും എവിടെന്നെങ്കിലൊക്കെ കുറച്ച് കടങ്ങൾ വായിക്കുന്ന പതിവുണ്ട്. എനിവേ, ഇനി നിങ്ങൾ സുഹൃത്തുക്കളോടോ മറ്റുള്ള ആൾക്കാരുടെ കടങ്ങളൊന്നും വായിക്കാൻ നിൽക്കേണ്ട. ഏർലി സാലറി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഒരു NBFC ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി ഓൺ ഡിമാൻഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് 2 മാസത്തെ 3 മാസത്തെ സാലറി തരും. എന്നിട്ട് ആ സാലറിയുടെ നിങ്ങൾക്ക് തരുന്ന എമൗണ്ട് EMI ആയിട്ട് നിങ്ങൾ അടച്ചാൽ മതി. അതിന്റെ വിശദാംശങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെത്തും. അവിടെ ഓൺലൈൻ ജോലികൾ, ലോണുകൾ, അതുപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. മറക്കാതെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. സോ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ലോണുകൾ, ഏർലി സാലറി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ അടച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ RBIയുടെ അംഗീകാരമുണ്ടോ, ആപ്പ് നമ്മുടെ വ്യക്തിഗത കാര്യങ്ങളിലേക്ക് ആക്സസ് നോക്കുന്നുണ്ടോ, അതേപോലെ തന്നെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. അതുപോലെ സാലറി തരുന്നതിന് മുമ്പ്, ഏർലി സാലറി തരുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കേണ്ടതുമാണ്. നമുക്ക് നേരെ കമ്പനിയുടെ വിശദാംശങ്ങൾ പോകാം. കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞാൽ റിഫൈൻ എന്നാണ്. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും. ഒരുപാട് ഫൈനാൻഷ്യൽ പ്രോഡക്റ്റുകളൊക്കെയുള്ള ഒരു കമ്പനിയാണിത്. ഇവരുടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേജ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്ന ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. സോ അതേപോലെ താഴേക്ക് ഫ്രീ ഫിനാൻഷ്യൽ ലിറ്ററസി ടൂൾസ് ഉണ്ട്, ക്രെഡിറ്റ് സ്കോർ, അതുപോലെ തന്നെ ടാക്സ് കാൽക്കുലേറ്റർ, റിട്ടയർമെന്റ് കാൽക്കുലേറ്റർ, ആൻഡ് PF ഹോം ലോൺ EMI കാൽക്കുലേറ്റർ, ഇങ്ങനെ ഒരുപാട് മറ്റുള്ള ബെനിഫിറ്റ് കൂടി ഈ ഒരു ആപ്പിനകത്തുണ്ട്. ഗോൾഡ് സേവിങ്സ് സ്കീം ഉണ്ട് ഇതിനകത്ത്, പോക്കറ്റ് ഇൻഷുറൻസ് ഉണ്ട്, സാലറി പ്രൊട്ടക്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്കീമുകളുണ്ട്. അതേപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ നമുക്ക് സാധിക്കും. വീണ്ടും നമുക്ക് താഴേക്ക് പോയ റിഫൈൻ്റെ പ്രിവിലേജ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യാസ് ഫസ്റ്റ് എംപ്ലോയി പർച്ചേസ് പ്രോഗ്രാം, നോ കോഡ്, നോ വൗച്ചർ, എൻഡ് ടു എൻഡ് കൊമേഴ്സ്. നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആൻഡ് സർവീസുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതൊക്കെ എല്ലാ EMI ബേസ് ചെയ്തിട്ടാണ്. അതുപോലെ റിഫൈനിങ് ലക്ഷറി എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. റിഫൈൻ റിവാർഡ്, ഡിസ്കൗണ്ട്, വൗച്ചേഴ്സ്, ക്യാഷ് ബാക്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. കോൺടാക്റ്റസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ പേര്, ബിസിനസ് ഇമെയിൽ ID, കമ്പനി നെയിം, ഹെഡ് ക്വാർട്ടേഴ്സ് അഡ്രസ്, ഡെസ്റ്റിനേഷൻ എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവരോട് ചോദിക്കാവുന്നതാണ്. സോ ഇവരുടെ ആപ്പിലേക്ക് പോയി, ആപ്പിന്റെ പേര് റിഫൈൻ എന്ന് തന്നെയാണ്. 10 ലക്ഷത്തിൽ പരം ആൾക്കാരാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ആപ്പിന്റെ ഇന്റർഫേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് നമുക്ക് ഇവിടെ കാണുന്നത്. സാലറി കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് എമൗണ്ട് നമുക്ക് വന്നിട്ട് ഇവിടെ കിടക്കും. അപ്പോൾ ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. EMI ആക്കിയിട്ട് നമുക്ക് ക്യാഷ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം, ലോൺ പോലെ ക്യാഷ് ആക്കിയിട്ട് എടുക്കാം. ഓർ നമുക്ക് ഇതിൽ നിന്ന് മറ്റുള്ള ഒരുപാട് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്കത് സ്പെൻഡ് ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. വർക്കേഴ്സിനൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ സംതിങ് റവന്യൂ കൂടി, ഒരു ചെറിയൊരു എമൗണ്ട് കൂടി നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റിഫൈൻ ഈസ് ഓൺ ഓഫ് ദ ഇന്ത്യസ് മോസ്റ്റ് ട്രസ്റ്റഡ് ഫിനാൻഷ്യൽ വെൽനസ് പ്ലാറ്റ്ഫോം. റിഫൈൻ ഹാസ് വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഇൻക്ലൂഡിംഗ് UPI സ്കാൻ പേ, സാലറി ഓൺ ഡിമാൻഡ് ആൻഡ് ഡിജിറ്റൽ ഗോൾഡ് ഇൻഷുറൻസ്. ഈസ് എ അൺസ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഓൾ യുവർ ഫിനാൻഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റിഫൈൻ ഓഫേഴ്സ് റിഫൈൻ പേ, അതുപോലെ സാലറി ഓൺ ഡിമാൻഡ് 1.5x ഓഫ് യുവർ സാലറി. എത്ര കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ എത്രയാണ് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 1 ലക്ഷമാണ് സാലറി എങ്കിൽ 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടും. 50,000 രൂപയാണെങ്കിൽ 75,000 രൂപ നിങ്ങൾക്ക് സാലറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു 10,000 രൂപയാണ് നിങ്ങൾക്ക് സാലറി ഓൺ ഡിമാൻഡ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ 3 മാസം 12 മാസം ഇങ്ങനെ കാലാവധി ഉണ്ട്. മാക്സിമം എന്ന് പറഞ്ഞാൽ 12 മാസം വരെ അത് അടക്കാൻ പറ്റും. ആ എമൗണ്ട് ഗഡുക്കളായിട്ട് 12 മാസം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അതേപോലെ തന്നെ മിനിമം 3 മാസമാണ് റീപേയ്മെന്റ്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഫസ്റ്റ് 3 മാസത്തേക്ക് ഇല്ല. 4 മാസം മുതൽ 16% per annum. 3 മാസത്തേക്ക് ഇൻട്രസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ട. പ്രോസസിംഗ് ചാർജ് 99 ആണ്. GST ഓൺ പ്രോസസിംഗ് 18 രൂപ. ടോട്ടൽ ഇൻട്രസ്റ്റ് 678 രൂപ. ഡിസ്ബേഴ്സ്ഡ് എമൗണ്ട് 9,883. 9,883 രൂപ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. 10,000 രൂപ എടുത്താൽ 9,883 രൂപ ക്രെഡിറ്റ് ആവും. അതായത് 120 രൂപ 117 രൂപ അവർ ചാർജ് ആയിട്ട് കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്താൽ നമ്മൾ തിരിച്ചടക്കേണ്ട എമൗണ്ട് 10,678 രൂപ മാത്രം നമ്മൾ 12 മാസത്തേക്ക് നമ്മൾ തിരിച്ചടച്ചാൽ മതി. ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. ചെറിയ എമൗണ്ട്. 9 മാസത്തേക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ. ആദ്യത്തെ 4 മാസത്തേക്ക് ഇൻട്രസ്റ്റ്, ആദ്യത്തെ 3 മാസത്തേക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതോടൊപ്പം തന്നെ ചെറിയ GST എന്ന് പറഞ്ഞാൽ വെറും 18 രൂപയാണ്. GST ഓൺ പ്രോസസിംഗ് ഫീ 18 രൂപയാണ്. പ്രോസസിംഗ് ചാർജ് 99 രൂപയാണ്. അതിന് GST 18 ആണ്. അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരു 117 രൂപ നമുക്ക് ചാർജ് വരും. അതേ ഉള്ളൂ ചാർജ്. ആ 117 രൂപ കട്ട് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് ലോൺ കിട്ടുക. അതായത് 10,000 രൂപയാണ് എടുക്കുന്നതെങ്കിൽ 117 രൂപ കട്ട് ചെയ്തിട്ട് 9,883 രൂപ കിട്ടും. ആ 9,883 രൂപയ്ക്ക് 12 മാസം കൊണ്ട് നിങ്ങൾ ആകെ അടക്കേണ്ടത് 10,678 രൂപ. ഐ തിങ്ക് ഒരു 800 രൂപേൻ്റെ അടുത്ത് അത്ര എമൗണ്ട് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 800 രൂപേൻ്റെ അടുത്ത് 800 രൂപയാണ് കറക്റ്റ്.
രൂപയാണ്. 799 രൂപ നിങ്ങൾ പേയ്മെന്റ് അധികമായിട്ട് നിങ്ങൾ നൽകിയാൽ മതി. അത്രയും നൽകേണ്ടു. ഒരു കൊല്ലത്തേക്ക് 10,000 രൂപയ്ക്ക് 799 രൂപ എന്ന് പറഞ്ഞാൽ എന്ത് സുഖമാണ്. ഇനി 30,000, 50,000, 1,00,000 രൂപയൊക്കെ സാലറി ഉള്ളവരെ സംബന്ധിച്ച് അവർക്ക് എന്ത് ചെയ്യും 1.5x പിന്നെ എടുക്കാനും പറ്റും. സാലറി ഓൺ ഡിമാൻഡ് എടുക്കാനും പറ്റും. അത് 12 മാസം കൊണ്ട് ചെറിയ എമൗണ്ട് ആയിട്ട് നമ്മൾ അടച്ചാൽ മതി. അപ്പോൾ എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ അതിന് ചെറിയൊരു എമൗണ്ട് അതിലേക്ക് മാറ്റി വെച്ചാൽ മതി. വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടും. ഇതിന് ക്വാളിഫിക്കേഷൻ കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഒന്ന്, ഇന്ത്യൻ നാഷണാലിറ്റി, ഇന്ത്യയിലെ വ്യക്തിയായിരിക്കണം. അപ്ലിക്കേൻ്റെ ഏജ് ഷുഡ് ബി 21 മേളിൽ ആയിരിക്കണം ഏജ്. ഏതെങ്കിലും ഒരു കമ്പനികളിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനത്തിലോ പ്രൈവറ്റ് സ്ഥാപനത്തിലോ ഒരു എംപ്ലോയി ആയിരിക്കണം. പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം. എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് ലൈക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ID കാർഡോ അല്ലെങ്കിൽ സാലറി സ്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെന്ന് പറഞ്ഞാൽ ID കാർഡുകൾ ഉണ്ടാവും. ID കാർഡുകൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം. അതേപോലെ ഇമെയിൽ ID കൊടുത്ത് സൈനപ്പ് ചെയ്യുക. KYC പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുക. UPI അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. എത്രയാണ് എമൗണ്ട് ആവശ്യമുള്ള ആ എമൗണ്ട് നിങ്ങൾ വിഡ്രോ ചെയ്യുക. അത്രയേ ഉള്ളൂ. അതിനെയാണ് ഇതിന്റെ പ്രോസസ്. വെരി സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഫിസിക്കൽ കോൺടാക്ട് ഒന്നുമില്ല. ഇനി അവരെ എന്തെങ്കിലും കസ്റ്റമർ കെയർ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. ബംഗളൂരു, കർണാടക ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. അടിപൊളിയായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ ഇപ്പോൾ കൂട്ടുകാരോടോ നാട്ടുകാരോടോ ബന്ധുക്കാരോടോ ക്രെഡിറ്റ് കാർഡിൽ ഒന്നും എടുക്കേണ്ട. ഇതുപോലെയുള്ള ആപ്പിൽ നിന്ന് 10 ലക്ഷം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. 10 ലക്ഷം. അപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് നിങ്ങളുടെ എയർലി സാലറി ആയിട്ട് നിങ്ങൾ ഒരു 10, 30,000, 40,000, 50,000 എടുക്കുക. ആവശ്യങ്ങളെല്ലാം ഉപയോഗിക്കുക. 12 മാസം കൊണ്ട് അത് ചെറിയ എമൗണ്ട് ആയിട്ട് തിരിച്ചടച്ചാൽ, ചെറിയ എമൗണ്ടേ വരുള്ളൂ, അത് തിരിച്ചടച്ചാൽ മതി. അപ്പോൾ നല്ല ഒരു ചെറിയ ഇൻട്രസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു RBI അംഗീകൃത ആപ്പാണ്. ഇവരെ ലോൺസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന RBIയുടെ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചു തരാം. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ NBFC ആണ്. സുനിത ഫിൻലീസ് ലിമിറ്റഡ് ആണ്. ഞാൻ ചെക്ക് ചെയ്തിരുന്നു. RBIയുടെ NBFC ലിസ്റ്റിൽ 8142 റോയിൽ സുനിത ഫിൻലീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. മറ്റൊരു NBFC കൂടിയുണ്ട്, ഓട്ട്ലി ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മൾ ഒന്നാമത്തെ മാത്രം നോക്കിയുള്ളൂ. രണ്ടാമത്തെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും അവിടെ അവൈലബിൾ ആയിരിക്കും. NBFC ലിസ്റ്റിൽ ഒലറ്റി ഉണ്ട്. 5691 റോയിൽ ഒലറ്റി ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ NBFC ലിസ്റ്റഡ് ആണ്. അപ്പോൾ 2 NBFCയും അവൈലബിൾ ആണ്. ഇവർ NBFC വഴിയാണ് ഇവരുടെ ഫണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത്. എന്തായാലും നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഒക്കെ ഉണ്ടാവും. അത്യാവശ്യം കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പെട്ടെന്നൊരു ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നത്. അത്തരത്തിലുള്ള എല്ലാ ഫ്രണ്ട്സിനും കയ്യിൽ നിന്ന് കൊടുക്കാൻ കാശില്ലെങ്കിൽ കൂടി ഈ ഒരു വീഡിയോ അവാർഡായിട്ട്, റിവാർഡായിട്ട് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിട്ട് ഇപ്പോൾ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുക. അവർക്കത് വലിയൊരു സഹായമായിട്ട് മാറുന്നതിൽ യാതൊരു വിധ തർക്കമില്ല. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ.